ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രതികാര ചുങ്കം കേരള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിനായി CITU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. അമേരിക്കൻ പ്രതികാര ചുങ്കവും കേരളവും എന്ന വിഷയത്തിൽ ആനത്തലവട്ടം ആനന്ദൻ പഠന ഗവേഷണ കേന്ദ്രം നടത്തുന്ന സെമിനാർ സെപ്റ്റംബർ 29 രാവിലെ 10 മുതൽ എറണാകുളം ടൗൺ ഹാളിലാണ് നടക്കുക. ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിന് ആധാരമായ കാര്യം 29 നടക്കുന്ന വളരെ വിപുലമായ ഒരു സെമിനാറിൻ്റെ വിശേഷം നിങ്ങളോട് പറയാനും അതിൽ സഹകരിച്ച് എല്ലാവരും കൂടി അത് വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനുമാണ്. സന്ദർഭം എന്താണെന്ന് വെച്ചാൽ ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ സാഹചര്യങ്ങളിൽ ഉയർന്നു വന്നിട്ടൊരു പ്രധാന പ്രശ്നമാണ് വ്യാപാര യുദ്ധം. രാജ്യാന്തര വ്യാപാര ബന്ധങ്ങളിലെ ചുങ്കവ്യവസ്ഥകൾ നിലവിലുള്ളതിനെ എല്ലാം മറികടന്ന് അമേരിക്ക ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിലപാടുകൾ ഒരുപാട് രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങളാകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യക്കെതിരായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു ആക്രമണം വ്യാപാര ചുങ്കത്തെ മുൻനിർത്തി അമേരിക്ക നടത്തുകയാണ്. അതിനൊരു പറയുന്ന ഒരു കാരണം റഷ്യയുടെ ഓയിൽ ഇന്ത്യ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആ നിലപാടിൽ ഇന്ത്യ മാറണമെന്നുള്ള ആവശ്യം വയ്ക്കുകയാണ്. യാതൊരു മര്യാദയുമില്ലാത്ത അന്താരാഷ്ട്ര പെരുമാറ്റച്ചട്ടങ്ങളെ അതിലംഘിച്ചുകൊണ്ട് ഈ നിലപാട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ. എന്നാൽ ഈ ഒരു പ്രതികാര സ്വഭാവം കൊണ്ട് വന്നിട്ടുള്ള പ്രത്യേക പ്രശ്നം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിതരണം ചെയ്യുമ്പോൾ, വിൽപ്പന നടത്തുമ്പോൾ നിലവിലുള്ള ചുങ്കത്തെക്കാൾ 50% ചുങ്കം കൂട്ടിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളവിടെ വിൽക്കുന്നതിന് വലിയ പ്രയാസം വരും, പല വിൽപ്പനയും നടക്കാതെ വരും. ഈ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഈ വിഷയത്തിൽ എങ്ങനെയാണെന്നുള്ളതിൻ്റെ വിപുലമായ ചർച്ചയാണ് 29 നടത്താൻ പോകുന്നത്. നമ്മൾ അമേരിക്കയുമായി നല്ല വ്യാപാര ബന്ധമുണ്ട്. അതിൽ കേരളത്തിൻ്റേത് സുഗന്ധവ്യഞ്ജനങ്ങളും അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും, നമ്മുടെ സമുദ്ര വിഭവങ്ങളിലേക്ക് മത്സ്യം, പിന്നെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ കയറ്, ആധുനിക മേഖലയിൽ ഗാർമെൻറ്റ്സ്, ഇതൊക്കെയാണ് പോകുന്നത്. അതിന് ഈ രൂപത്തിൽ വില നിശ്ചയിച്ചാൽ ഇത് തന്നെ അവിടെ വിൽപ്പന നടത്തുന്ന മറ്റു രാജ്യങ്ങൾക്ക് ചുങ്കമില്ല, പ്രത്യേകിച്ച് ആസിയൻ രാജ്യങ്ങൾ. അവർക്ക് പരമാവധി ചുങ്കം 19%. നമുക്കിപ്പോൾ 50-ലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. താഴ്ത്തുന്ന ചില കാര്യങ്ങൾ 25-ലേക്ക് പോയിരിക്കുകയാണ്. വിൽപ്പന വിലയിലെ ഈ മത്സര സ്വഭാവത്തിനകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. അത് ഈ വ്യവസായങ്ങളെ ബാധിക്കും, വ്യവസായങ്ങളിലെ തൊഴിലാളികളെ ബാധിക്കും, നമ്മുടെ സമ്പദ്ഘടനയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പ് പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെ നാനാവശങ്ങൾ ചർച്ച ചെയ്യണം. ഇതെല്ലാവരുടെയും പൊതുബോധത്തിലേക്ക് പൂർണ്ണമായും വന്നിട്ടില്ല. അതുകൊണ്ട് അത്തരമൊരു ചർച്ചയ്ക്ക് പറ്റുന്ന വിധത്തിലുള്ള ഒരു വേദിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു കൊടുത്തില്ലേ അവർക്ക് ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്, ഞാൻ പറയുന്നില്ല. കേരളത്തിലെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ രംഗത്തെ വിദഗ്ധന്മാരെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് നടക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളെല്ലാം നമ്മളവിടെ സമാഹരിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു സംയുക്തമായ ഒരു സമ്മർദ്ദം ഇത് അമേരിക്കക്കെതിരായിട്ടുള്ള ഈ പ്രശ്നത്തിൽ ആഗോളതലത്തിൽ തന്നെ മാറ്റങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിപ്പോൾ വിശദമായിട്ട് ഞാൻ പറയുകയല്ല. ഏതായാലും ഈ വ്യാപാര യുദ്ധത്തിൻ്റെ ആഘാതങ്ങൾക്കെതിരായ പൊതുബോധം സൃഷ്ടിക്കാനും അത് മാറ്റിയെടുക്കാനും വേണ്ടിയുള്ള സംരംഭത്തിൻ്റെ ഭാഗമാണ്. അത് എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കേണ്ട ഒരു പൊതു പ്രശ്നമാണെന്ന് കൂടി പറഞ്ഞ് ഞാനിപ്പോൾ സംസാരിക്കുകയാണ്. ആനത്തലവട്ടം ആനന്ദൻ പഠന ഗവേഷണ കേന്ദ്രം CITU സംസ്ഥാന പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിലൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾ CITU സ്റ്റേറ്റ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർ പരിപാടികളിൽ ഒന്നായിട്ടാണ് ഈ സെമിനാർ അതിൻ്റെ ആഭിമുഖ്യത്തിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ചാണ് അത് സംബന്ധിച്ച് പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എറണാകുളം ജില്ലയിലെയും സംസ്ഥാനത്തെയും വിവിധ യൂണിയനുകളുടെ പ്രധാനപ്പെട്ട കേഡർമാരും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രത്യേക CII, അതുപോലെ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ്, അതുപോലെ കയർ
എക്സ്പോർട്ടേഴ്സ്, അങ്ങനെ ഉള്ള വിവിധങ്ങളായിട്ടുള്ള രംഗത്തെ അക്യൂട്ടായിട്ട് ക്രൈസിസ് ഇപ്പം തന്നെ ബാധിച്ചിട്ടുള്ളവരുടെ അപ്പുറം നിന്നുള്ള ജീവനക്കാരടക്കം പ്രധാനപ്പെട്ട എല്ലാ ക്രോസ് സെക്ഷനും ഈ സെമിനാറിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഫെർണാണ്ടസിൻ്റെയും അതുപോലെ തന്നെ മനോജും ഒക്കെ അടക്കമുള്ള ജില്ലാ ടീം സംഘാടക സമിതി ഇതിനു വേണ്ടി നല്ല വിധത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശീകരിച്ച വ്യാപാര ചുങ്കത്തിനേക്കാൾ കോൺസിക്വൻസ് കൂടി വരിക. തൊഴിലാളികൾ തന്നെ വിദേശത്ത് പോയി പഠിക്കുന്നവരുണ്ട്, വരുന്നവരുണ്ട്, അമേരിക്കയിലുണ്ട്. H1B വിസ, അല്ലെ, H1B വിസ അത് ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം എന്ന് വെച്ചാൽ 4 ലക്ഷമൊക്കെ കൊടുക്കേണ്ടടുത്ത് 88 ലക്ഷം ഒറ്റയടിക്ക് കൊടുക്കണം എന്നുള്ള നിലയിലേക്കുള്ള വാശി വരുന്നു. ഐക്യരാഷ്ട്രസഭ പിരിച്ചുവിടേണ്ട കാലമായി എന്ന് ട്രംപ് അങ്ങോട്ടും ഇങ്ങോട്ടും കോർക്കൽ വന്നിട്ടുണ്ട്. ചൈന പറയുന്നു അതിന്റെ ആവശ്യമില്ല, അതിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ഇന്ത്യയാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിനകത്ത് റഷ്യയെ ഇന്ത്യയും ചൈനയും കൂടി ചേർന്നാണ് സഹായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരുപാട് വെളിവുകേട് ഒക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിൽ വലിയ പ്രയാസം. TCS 12,000 പേരെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ പശ്ചാത്തലത്തിൽ പിരിച്ചുവിടും എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാം തൊഴിലാളികളുടെയൊക്കെ അടക്കം കുട്ടികൾ പലരും കോൾ സെന്ററിലിരുന്നും IT കമ്പനികളിലിരുന്നും വീട്ടിലിരുന്നും ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അത് അമേരിക്കൻ കമ്പനികൾക്കൊക്കെ വേണ്ടി. അവിടെയെല്ലാം ഇത് കൂടുതൽ ബാധിക്കുന്ന വിധത്തിലേക്ക് മാറുക. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റും പരിമിതമാണെങ്കിൽ പോലും സ്റ്റേറ്റ് ഗവൺമെന്റും രാജ്യത്തെ കയറ്റുമതി മേഖലയെയും അവിടുത്തെ തൊഴിൽ മേഖലയെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും, അതിനുള്ള നെഗോഷിയേഷൻസിനെ എങ്ങനെ നോക്കി കാണണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു ട്രേഡ് യൂണിയൻ ഭാഗത്തു നിന്നുള്ള ഒരു വീക്ഷണം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയും കൂടുതൽ പഠനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സെമിനാർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടകൻ അതിന്റെ ഡീറ്റെയിൽ എല്ലാം ഉണ്ട്. ബിജു കൃഷ്ണൻ കാർഷിക മേഖലയിലെ കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 1 വർഷം നീണ്ടുനിന്ന സമരത്തിന്റെ ഒരു മുന്നണി നേതാവായിരുന്നു. AIKSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ബിജു കൃഷ്ണൻ CPMന്റെ പോളിറ്റ് ബ്യൂറോ ഒക്കെ കൂടിയാണ്. തോമസ് ഐസക് ഇതിനകം തന്നെ കുറെ ആർട്ടിക്കിൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് വിഷയം അവതരിപ്പിക്കുന്നത്. ഇളവരങ്കരി മോഡറേറ്റർ ആയിരിക്കും. CITന്റെ പ്രസിഡന്റാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ, അദ്ദേഹമുണ്ട്. സ്റ്റേറ്റ് നേതാക്കന്മാർ പലരും പങ്കെടുക്കുന്നുണ്ട്. പ്ലാനിംഗ് ബോഡി നാർ രാംകുമാർ, അതുപോലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രതിനിധിയായിട്ട് എക്സ്പോർട്ടിംഗ് യൂണിറ്റ് നടത്തുന്ന ജോസഫ് മൈക്കിൾ കള്ളിവയലിൽ, അതുപോലെ സീ ഫുഡേഴ്സിന്റെ അലക്സ് നൈനാൻ, പിന്നെ റോബി ഫ്രാൻസിസ് ചെയർമാൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കയർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ, ഗോപകുമാർ C മുകുന്ദൻ, അദ്ദേഹം CSESൽ ഡയറക്ടറായിട്ട് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. വേണുഗോപാൽ C ഗോവിന്ദ്, അദ്ദേഹവും എത്തിച്ചേരാമെന്ന് പറയുന്നുണ്ട്. മാനേജിംഗ് ഡയറക്ടറാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. എക്കണോമിക്സ് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ കേരള സമ്പദ്ഘടനയെ ബാധിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നവരാണ്. അപ്പോൾ പ്രഗത്ഭന്മാരെ വെച്ചുകൊണ്ടുള്ള ഇതിനകത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും പത്രപ്രവർത്തക യൂണിയനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ പങ്കാളിത്തമൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക.